കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കും ജോർദാനിലേക്കും വീണ്ടും ഇറാന്റെ ആക്രമണം. അതേസമയം ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിച്ചതായി വിവിധ രാജ്യങ്ങളിലെ പ്രതിരോധ വകുപ്പുകൾ വ്യക്തമാക്കി. അതേസമയം തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങളെ ബഹ്റൈനിൽ നടന്ന GCC രാജ്യങ്ങളുടെ യോഗം ശക്തമായി അപലപിച്ചു. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇറാനും ഇസ്രായേലും നേരിട്ട് കൊമ്പുകോർത്തതോടെ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഇറാനെതിരെ തിരിച്ചടിക്കാൻ അമേരിക്കൻ സൈനിക താവളങ്ങൾ വിട്ടുനൽകുന്നുവെന്ന് ആരോപിച്ചാണ് കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ജോർദാനിലേക്കും വീണ്ടും ഇറാൻ ആക്രമണം നടത്തിയത്. നിരവധി ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിച്ചതായി വിവിധ രാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രാലയങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിൽ ജനവാസ കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ആവർത്തിച്ചുള്ള വ്യോമാക്രമണത്തിൽ രാജ്യം ശക്തമായി അപലപിച്ചു. ബുധനാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണം മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി. സാധാരണക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും കുവൈറ്റ് ആവർത്തിച്ചു. അതേസമയം ബഹ്റൈനിലേക്കും ബുധനാഴ്ച ഇറാൻ ആക്രമണം നടത്തി. ബഹ്റൈനിലെ US 5ാം നാവികസേനയുടെ ആസ്ഥാനത്തെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. GCC രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണ് ഇതെന്ന് ബഹ്റൈനിൽ നടന്ന GCC സമ്മേളനം വിലയിരുത്തി. ആക്രമണത്തെ ശക്തമായി GCC മന്ത്രിമാർ അപലപിച്ചു. ഹോർമുസിൽ US-ന്റെ അപ്പാച്ചെ എന്ന ഹെലികോപ്റ്റർ ഇറാൻ ആക്രമിച്ച് വീഴ്ത്തിയതുള്ള തിരിച്ചടിയാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ, മിഡിൽ ഈസ്റ്റ്. One anchor every week, 20 years. 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.